നമസ്കാരം. നമ്മൾ സെക്കൻഡ് സെം കോംപ്ലിമെൻ്ററിയിലെ മാത്തമാറ്റിക്സിൻ്റെ 4th മോഡ്യൂളിലെ ലാസ്റ്റ് സെക്ഷനായിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ സെക്ഷനാണ്, ഒരൊറ്റ ക്വസ്റ്റ്യൻ, ഒരു എക്സാമ്പിളാണ് മെയിനായിട്ട് അതിൽ പറയാനുള്ളത്. മാത്രമേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ, വേറൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോംസ് എന്ന് പറയുന്നത് എന്താണെന്നും അതിൻ്റെ ആ ഒരു എക്സാമ്പിൾ മാത്രമാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്, വേറൊന്നും അങ്ങനെ കാര്യമായിട്ട് പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത് പറഞ്ഞിരുന്നു. ഡയഗണലൈസേഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഈ പറഞ്ഞ പോലെ ക്വാഡ്രാറ്റിക് ഫോംസ് എന്ന് പറയുന്നത്. അതായത് ചില സമയങ്ങളിൽ നമുക്ക് കോണിക് സെക്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് ക്വാഡ്രാറ്റിക് ഫോംസിലേക്ക് ആക്കി കഴിഞ്ഞാൽ കോണിക് സെക്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി ആ ക്വാഡ്രാറ്റിക് ഫോമിനെ നമുക്ക് ഡയഗണലൈസ് ചെയ്ത് അതിനെ നമുക്ക് കുറച്ച് ചെറുതാക്കാൻ സാധിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഏത് കോണിക്കാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോംസ് എന്താണെന്നുള്ളതും പിന്നെ എന്താണ് മെത്തേഡ് എന്നുള്ളതും മാത്രമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ക്വാഡ്രാറ്റിക് ഫോംസ് ആൻ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദ ഫോം ax² + bxy + cy². ഇതാണ് നമുക്ക് ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്ന രീതിയിൽ പറയുന്നത്. ax² + bxy + cy² എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോംസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷനെ ഞാൻ ഒരു മെട്രിക്സ് ഇക്വേഷനായിട്ട് എഴുതുകയാണ്. ദാറ്റ് മീൻസ് എക്സ് വൈ എന്ന് പറയുന്നത് ഇവിടുത്തെ രണ്ട് വേരിയബിൾസ് ആയിട്ടുള്ള എക്സും വൈയും. ഓക്കെ, എക്സിനെയും വൈനെയും ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു കോളം മെട്രിക്സ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പോഴുള്ള രീതിയിൽ തന്നെ വേരിയബിൾസിനെ നമ്മൾ കോളംസ് ആയിട്ട് എഴുതില്ലേ, അതേപോലെ ഇവിടെ കോളംസ് ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ ദെൻ ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോമിനെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഇക്വേഷനായിട്ട് എഴുതാം. നിങ്ങളിതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. എക്സ് വൈ ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് വൈ ഇൻറ്റു ദിസ് വൺ എക്സ് വൈ ഇൻറ്റു ദിസ് വൺ ചെയ്യുക. ആദ്യം ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ മെട്രിക്സിനെ ഈ എക്സ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും, ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോം ആയിരിക്കും. ഓക്കെ, എക്സ് ഇൻറ്റു എ പ്ലസ് വൈ ഇൻറ്റു ഹാഫ് ബി. അപ്പോൾ എന്ത് കിട്ടും? ax പ്ലസ് ഹാഫ് ബി കിട്ടും. ഫസ്റ്റ് റോ. സെക്കൻഡ് റോ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ഹാഫ് ബി പ്ലസ് വൈ ഇൻറ്റു സി, ദാറ്റ് ഈസ് ഹാഫ് ബി എക്സ്, ഇവിടെ ഹാഫ് ബി വൈ ഉണ്ട്, ഹാഫ് ബി എക്സ് പ്ലസ് സി വൈ എന്ന് പറഞ്ഞ് കിട്ടും. ഇതിനെ നമുക്ക് എക്സ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ax² പ്ലസ് ഹാഫ് ബി y² എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ എക്സ് ആയിരുന്നു അല്ലേ, this was x, this was y and this was x. So half bxy എന്ന് പറഞ്ഞ് കിട്ടും and plus half by² പ്ലസ് half bxy പ്ലസ് cy² എന്ന് പറഞ്ഞ് കിട്ടും. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോം കിട്ടും. സോ ഈ ഒരു മെട്രിക്സിൻ്റെ ഇക്വേഷനാണ് ക്വാഡ്രാറ്റിക് ഫോമിനെ നമ്മൾ ഈ ഒരു മെട്രിക്സ് ഇക്വേഷൻ്റെ രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. എക്സ് വൈ എന്ന് പറയുന്ന ഒരു കോളം വെക്ടർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോമിനെ നമുക്ക് ഇതുപോലെ എഴുതാൻ സാധിക്കും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്നത്, ദിസ് മെട്രിക്സ് എ, അതെന്താണ്? സിമ്മട്രിക് ആണ് അല്ലേ. സിമ്മട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ മെട്രിക്സ് തന്നെ കിട്ടുന്നു. സോ ദിസ് ഇസ് എ സിമ്മട്രിക് മെട്രിക്സ്. സിമ്മട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അതിനെ ഡയഗണലൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. സിമ്മട്രിക് മെട്രിക്സസ് എല്ലാം നമുക്ക് ഡയഗണലൈസബിൾ ആണ്. വെറും ഡയഗണലൈസബിൾ മാത്രമല്ല, ഓർത്തോഗണലി ഡയഗണലൈസബിൾ ആണ്. എവറി സിമ്മട്രിക് മെട്രിക്സ് സെറ്റ് ടു ബി, എന്തായാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ഓർത്തോഗണലി ഡയഗണലൈസബിൾ എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഡയഗണലൈസബിൾ, ഓക്കെ, ഡയഗണലൈസബിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് എന്താണ് ഒരു പ്രത്യേകത? നമുക്കൊരു ഇത്തരം ഒരു എക്സ് വൈ ടേംസിലുള്ള ഇത്തരം എക്സ് ഇക്വേഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത്തരം ഈ ഒരു ഇക്വേഷൻ 1 ഫോമിലുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ റൊട്ടേഷൻ ഓഫ് ആക്സിസ് വെച്ചിട്ട് നമുക്കിതിൻ്റെ എക്സ് വൈ ടേംസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. റൊട്ടേഷൻ ഓഫ് ആക്സിസ് വെച്ചിട്ട് നമ്മൾ സാധാരണ എലിമിനേറ്റ് ചെയ്യുന്നത് ട്രിഗണോമെട്രി വെച്ചിട്ടാണ് അല്ലേ. ട്രിഗണോമെട്രി ഉപയോഗിച്ചിട്ട് നമ്മൾ റൊട്ടേഷൻ ഓഫ് ആക്സിസ് വെച്ചിട്ട്, അതായത് θ° റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, പക്ഷേ ആ റൊട്ടേഷൻ ഓഫ് ആക്സിസ് ഒഴിവാക്കാൻ, ആ ട്രിഗണോമെട്രിക് മെത്തേഡ് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഓർത്തോഗണൽ മെട്രിക്സും ഡയഗണലൈസേഷനും വെച്ചിട്ട് നമുക്ക് ഈ എക്സ് വൈ ടേംസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആവും. ആ സിംപ്ലിഫൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോണിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു പരാബോള അല്ലെങ്കിൽ ഒരു ഹൈപ്പർബോള
അല്ലെങ്കിൽ ഒരു എലിപ്സ് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ എലിപ്സ് തന്നെയാണ് കിട്ടുക, അല്ലേ? ശരിയല്ലേ? നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ പരാബോള അല്ലെങ്കിൽ എലിപ്സ് തന്നെയാണ് കിട്ടുക. അപ്പോൾ അതായത് നമുക്ക് റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഇക്വേഷൻ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു കോണിക്ക് എന്താണെന്നുള്ളത് അവിടെ മാറുന്നില്ല. ജസ്റ്റ് ഇക്വേഷൻ ഓഫ് കോണിക്ക് മാത്രമേ ഒരു ചെറിയ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ കോണിക്ക് എന്താണെന്നുള്ളത് അവിടെ മാറുന്നില്ല. അപ്പോൾ ഇതിൻ്റെ XY ടേംസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോണിക്ക് എന്താണെന്നുള്ളത് ആ ഇക്വേഷൻ്റെ ചെറിയൊരു മോഡിഫിക്കേഷൻ മാത്രമേ നമുക്ക് നടത്തുന്നുള്ളൂ. കോണിക്ക് അവിടെ മാറുന്നില്ല. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചില കോണിക് സെക്ഷൻസ് ഏതാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിളിൽ കൂടി നമുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് എക്സാമ്പിളിലേക്ക് ഡയറക്റ്റ് കിടക്കുകയാണ്. We have to identify the conic section whose equation is 2x square plus 4xy minus y square equal to 1. ഇവിടെ നോക്കിയേ, ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ നമുക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കോണിക് എന്താണെന്നുള്ളത് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, ശരിയല്ലേ? അപ്പോൾ അത് കാരണം എന്ത് ചെയ്യും, നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഇക്വേഷനെ നമ്മൾ നേരത്തെ എഴുതിയ ഫോർമുലയിൽ, അതായത് മെട്രിക്സ് ഇക്വേഷനായിട്ട്, ക്വാഡ്രാറ്റിക് ഫോമിനെ മെട്രിക്സ് ഇക്വേഷനായിട്ട് എഴുതാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് മെട്രിക്സ് ഇക്വേഷനായിട്ട് എഴുതുന്നത്? എക്സ് എന്ന് പറയുന്നതിന് എക്സ് വൈ എന്ന് പറഞ്ഞ രീതിയിൽ കോളം മെട്രിക്സ് ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് ട്രാൻസ്പോസ് എ എക്സ് എന്ന് പറയുന്നതാണ് മെട്രിക്സ് ഇക്വേഷൻ ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് ഫോം. ഇനി എ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്? എ ഹാഫ് ബി, ഇവിടെ ഹാഫ് ബി, ഇവിടെ സി. ഇവിടെ എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? എയുടെ സ്ഥാനത്ത് നമുക്ക് എ ഈസ് ഈക്വൽ ടു 2 ആണ്, ബി ഈസ് ഈക്വൽ ടു 4 ആണ്, സി ഈസ് ഈക്വൽ ടു -1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് എന്ത് വരും? എ half of b will be 2 and half of b will be 2 and c will be -1. സോ ഇതാണ് മെട്രിക്സ് എ എന്ന് പറയുന്നതാണ് ഈ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി എക്സ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് റോ വെക്ടർ എക്സ് വൈ എ എക്സ് ഇസ് ഈക്വൽ ടു 1. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദിസ് സെക്ഷൻ, ഇക്വേഷൻ ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് ഫോം. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോമിൽ നമ്മൾ ഇക്വേഷൻ എഴുതി. അടുത്ത എന്താ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. അടുത്തത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? നമുക്ക് ഇവിടെ സിമെട്രിക് മെട്രിക്സ് ആണ്. സോ ദിസ് ക്യാൻ ബി ഓർത്തോഗണലി ഡയഗണലൈസബിൾ, അതായത് ഇതിനെ നമുക്ക് ഡയഗണൽ മെട്രിക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. പി ഇൻവേഴ്സ് എ പി ഇസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്ന ഡയഗണലൈസബിൾ മെട്രിക്സ് ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് റീപ്ലേസിങ് എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഒരു മെട്രിക്സ് പി നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് എന്ത് ചെയ്യണം? എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഏഗൻ വെക്ടേഴ്സും ഏഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കണം. ഏഗൻ വാല്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മൾ എഴുതും. ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ഇവിടെ നിന്ന് എഴുതി നോക്കിയേ. ഇതാണ് എ എങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്തായിരിക്കും? 2 മൈനസ് ലാംഡ 2 and -1 മൈനസ് ലാംഡ. ദിസ് വിൽ ബി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0. ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഡിറ്റർമിനൻറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടും. അതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ്. കാണാത്തവർ മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈക്വൽ ടു 0 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് നമുക്ക് കിട്ടും. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് യു വിൽ ഗെറ്റ് വെൻ യു ഓപ്പൺ ദിസ് വൺ, യു വിൽ ഗെറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് -2 and 3. ഓക്കെ, -2ഉം 3ഉം ആയിരിക്കും. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഏഗൻ വാല്യൂസ് ആയത് കാരണം ഏഗൻ വെക്ടേഴ്സ് ഓർത്തോഗണൽ ആയിരിക്കും. ആൻഡ് ഏഗൻ വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഇതൊന്നും ഞാൻ ചെയ്യിപ്പിക്കുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്തു നോക്കിയാലേ അത് കിട്ടുകയുള്ളൂ. എന്നാൽ മാത്രമേ ഏഗൻ വാല്യൂസും ഏഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിന് ഒരു പ്രാക്ടീസ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ ചെയ്യാത്തത്. ചെയ്ത് നോക്കിയിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ ഞാൻ ഡയറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നത് ഇതുകൊണ്ടാണ്. കാരണം യു നീഡ് ടു പ്രാക്ടീസ് ഹൗ ടു ഫൈൻഡ് ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ വെക്ടേഴ്സ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോസ് കണ്ട് അത് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെയ്ത് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം ഇത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഇത് തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണാം. ഓക്കെ, സോ നമ്മൾ ഏഗൻ വെക്ടേഴ്സ് എന്ന് പറയുന്നത് 1 -2ഉം 2 1ഉം നമുക്ക് കിട്ടി. ഇതെന്തായാലും ഓർത്തോഗണലായിരിക്കും. ഓർത്തോഗണലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ബട്ട് ഇത് ഡിസ്റ്റിങ്ക്റ്റ് ആയത് കാരണം തന്നെ ഇത് ഓർത്തോഗണലാണ്. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പറയാം, ബിക്കോസ് ഒരെണ്ണത്തിൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ അല്ല മറ്റേത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് ഓർത്തോഗണലാണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 0. അപ്പോൾ ഓർത്തോഗണാലിറ്റി ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ചെക്ക് ചെയ്തില്ലെങ്കിലും അത് ഒരു ട്രിവിയൽ ആയിരിക്കും. ആൻഡ് അതിൻ്റെ നോം വച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ബിക്കോസ് വി ഹാവ് ടു ഫൈൻഡ്
ഓർത്തോ നോർമൽ ആക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഓർത്തോ നോർമൽ വെക്ടേഴ്സ് ആക്കിയിട്ടാണ് നമ്മൾ പി എന്ന് പറയുന്ന വെക്ടേഴ്സ് സിമെട്രിക് മെട്രിക്സിൽ ഓർത്തോ നോർമൽ ആക്കിയിട്ടാണ് നമ്മൾ പി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുന്നത്. സോ ഓർത്തോ നോർമൽ ആക്കാനായിട്ട് നമുക്കതിൻ്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വാട്ട് ഈസ് നോം ഓഫ് ദീസ് ടു വെക്ടേഴ്സ്? You will get the norm of these two vectors to be root 5, and when you divide the vectors with norm, you will get 1 by root 5 minus 2 by root 5 and 2 by root 5, 1 by root 5. This will be the orthonormal vectors. So what will be P? P എന്ന് പറയുന്ന വെക്ടർ എന്തായിട്ട് നമുക്ക് കിട്ടും? P എന്ന് പറയുന്ന മെട്രിക്സ് P എന്ന് പറയുന്ന വെക്ടർ അല്ല, P എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് എന്തായിട്ട് കിട്ടും? ഇതിനെ കോളംസ് ആയിട്ട് എഴുതുമ്പോഴാണ് നമുക്ക് P എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടുന്നത്. സോ യു വിൽ ഗെറ്റ് 1 by root 5 minus 2 by root 5 to be the first column and 2 by root 5 and 1 by root 5 to be the second column. So this will be the diagonalizing matrix P. So P എന്ന് പറയുന്ന മെട്രിക്സ് നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്തു. P എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് വി ക്യാൻ ഫൈൻഡ് എ മെട്രിക്സ് D such that P ഇൻവേഴ്സ് എ പി എന്ന് പറയുന്നത് ഡയഗണൽ ആയിട്ടുള്ള മെട്രിക്സ് നമുക്ക് കിട്ടും. അപ്പോൾ പി ഇൻവേഴ്സ് എ പി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? പി എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. സോ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. സോ പി ഇൻവേഴ്സ് ആദ്യം കണ്ടുപിടിക്കുക. പി എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ എഴുതുക. എ എന്ന് പറയുന്ന മെട്രിക്സ് ദാറ്റ് ഈസ് 2 minus 1 എന്ന് എഴുതുക. ഇവിടെ പി എഴുതുക, ഇതിൻ്റെ ഇൻവേഴ്സ് എഴുതുക. അപ്പോൾ നമുക്ക് ഡയഗണൽ മെട്രിക്സ് കിട്ടും. ആ ഡയഗണൽ മെട്രിക്സ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതായിരിക്കും -2 0 0 3. ഇനി ഇത് ചെയ്ത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഡയഗണൽ മെട്രിക്സ് ഡയറക്റ്റ് ആയിട്ട് എഴുതാറുണ്ട്. എങ്ങനെയാണ് ഡയഗണൽ മെട്രിക്സ് ഡയറക്റ്റ് ആയിട്ട് എഴുതുക? ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സ് അതിൻ്റെ ഏഗൻ വാല്യൂസ് ആയിരിക്കും അല്ലേ? ഏഗൻ വാല്യൂസ് ഡയഗണൽ എലമെൻറ്റ്സ് ആയിട്ട് വരുന്ന രീതിയിലായിരിക്കും എല്ലായ്പ്പോഴും ഡയഗണൽ മെട്രിക്സ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് D is nothing but -2 0 0 3. ഇത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? -2 and 3 are the eigen values of A. ആൻഡ് -2 ആദ്യം എഴുതാൻ കാരണം -2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടറാണ് നമ്മൾ ഫസ്റ്റ് കോളമായിട്ട് എഴുതിയത്. അതുകൊണ്ടാണ് -2 ആദ്യം എഴുതിയത്. ഓക്കെ, ഇതൊക്കെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പി ഇൻവേഴ്സ് എ പി നമുക്ക് കിട്ടി. പക്ഷേ ഇവിടെ നമ്മൾ എ ആണ് നമുക്കിവിടെ ഉള്ളത്. എക്സ് ട്രാൻസ്പോസ് എ എക്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ പി ഇൻവേഴ്സ് എ പി എന്ന് പറയുന്നതിനെ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഇക്വേഷൻ അതായത് നമ്മൾ ഒരു എന്താ പറയുക റൊട്ടേഷൻ നമ്മൾ നടത്തുമ്പോൾ റൊട്ടേഷൻ ഓഫ് എനി വെക്ടേഴ്സ് അല്ലെങ്കിൽ റൊട്ടേഷൻ ഓഫ് എനി കോണിക്ക് നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ വേരിയബിൾസ് നമ്മൾ ചേഞ്ച് ചെയ്യും. എക്സ് വിൽ കം എക്സ് ഡാഷ്, വൈ ബിക്കംസ് വൈ ഡാഷ് എന്ന് പറയുന്ന രീതിയിൽ വേരിയബിൾസിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. നമ്മൾ തീറ്റ റൊട്ടേഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി അറിയുന്നതായിരിക്കും. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ വേരിയബിൾസിന് ചേഞ്ച് വരും. സോ ദാറ്റ് മീൻസ് ഇവിടെ എക്സ് വൈ എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്ന രീതിയിൽ വേരിയബിൾസ് ആക്കണം. ഇവിടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് കൊടുത്തേക്കുന്നത് ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ ആണ്. ഞാൻ അതേ ഫോർമാറ്റിൽ തന്നെ പോവാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനെ എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്ന രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് ഡാഷ് ആൻഡ് വൈ ഡാഷ്. അതായത് എക്സ് വൈ എന്ന് പറയുന്ന വേരിയബിളിൽ നിന്ന് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ഒരു മാറ്റത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ റൊട്ടേഷൻ വെച്ച് ചെയ്യുന്നത്. ആ റൊട്ടേഷനാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് ഡി വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ എക്സ് എന്ന് പറയുന്ന ഈ ഒരു വെക്ടറിനെ പി ഇൻറ്റു എക്സ് ഡാഷ് എന്ന് പറഞ്ഞെടുത്തു. എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ വെക്ടേഴ്സ് എക്സ് ഡാഷ് വൈ ഡാഷ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ് വൈ. അങ്ങനെയാണെങ്കിൽ പി എക്സ് ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ട് വിൽ ബി പി എക്സ് ഡാഷ്? പി എക്സ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പി എന്ന് പറയുന്ന മെട്രിക്സ് 1 by root 5, 2 by root 5 and -2 by root 5 and 1 by root 5. ഇതാണ് പി എന്ന് പറയുന്ന മെട്രിക്സ് ഇൻറ്റു എക്സ് ഡാഷ് എന്ന് പറയുന്നത് ടെക്സ്റ്റിൽ ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ ആണ്. പി എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ദാറ്റ് മീൻസ് ദിസ് ഇസ് ഐ എം ടേക്കിംഗ് ടു ബി എക്സ് വൈ. എക്സും വൈ ആയിട്ട് ഞാൻ എടുക്കുന്നത് എക്സ് വൈ ആയിട്ട് ഞാൻ എടുക്കുന്നത് ഈ പ്രൊഡക്റ്റിനെയാണ്. അതായത് ഇത് ഇൻറ്റു ദിസ് വൺ വിൽ ബി ദ ഫസ്റ്റ് റോ, ദിസ് വൺ ഇൻറ്റു ദിസ് വൺ വിൽ ബി ദ സെക്കൻഡ് റോ, ഓർ എക്സ് വിൽ ബി ഈക്വൽ ടു this one into xy, that is x by root 5 plus 2y by root 5, or small x can be written as capital X plus 2 capital Y by root 5, and small y can be written as -2x plus y by root 5. This is a change I am making.
ദിസ് ഈസ് ദ റൊട്ടേഷൻ ഐ ആം മേക്കിംഗ്. അപ്പോൾ അങ്ങനെ ഒരു റൊട്ടേഷൻ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു റൊട്ടേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് പി എക്സ് ഡാഷ് ആണെങ്കിൽ വാട്ട് വിൽ ബി എക്സ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇവിടെ പി എക്സ് ഡാഷ് ആണ്. എക്സ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്ത് വരും? പി എക്സ് ഡാഷ് ദ ഹോൾ ട്രാൻസ്പോസ് വരും അല്ലേ. വാട്ട് ഈസ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. നമ്മൾ തിരിഞ്ഞു വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എക്സ് ഡാഷ് ട്രാൻസ്പോസ് ഇൻറ്റു പി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു വരും. ഓക്കെ, ദിസ് വിൽ ബി എക്സ് ഡാഷ് ട്രാൻസ്പോസ് ഇൻറ്റു പി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പി ട്രാൻസ്പോസ് ആണെങ്കിൽ എക്സ് ട്രാൻസ്പോസ് എ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എക്സ് ഡാഷ് ട്രാൻസ്പോസ് പി ട്രാൻസ്പോസ് എ പി എക്സ് ഡാഷ് എന്ന് പറഞ്ഞു വരും. എങ്ങനെയാണ് നമ്മൾ ഇതിനെ കൊടുക്കുന്നത്? എക്സ് ഡാഷ് എന്ന് പറയുന്നതിനെ നമുക്ക് എക്സ് ട്രാൻസ്പോസ് എന്ന് പറയുന്നതിനെ എക്സ് ഡാഷ് ട്രാൻസ്പോസ് പി ട്രാൻസ്പോസിന് എഴുതാം ഈ ഒരു മെത്തേഡ് വെച്ചിട്ട്. മാത്രമല്ല നമുക്കിനി എന്തുണ്ട്? എ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. എക്സിനെ നമ്മൾ എന്ത് കൊടുക്കും? പി എക്സ് ഡാഷ് എന്ന് പറഞ്ഞു കൊടുക്കും. സോ ദിസ് ഈസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഐ ആം മേക്കിംഗ് ഓർ ദിസ് ഈസ് ദ റൊട്ടേഷൻ ഐ ആം മേക്കിംഗ്. ഈ ഒരു റൊട്ടേഷനാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ റൊട്ടേഷൻ ഐ ആം ഡൂയിങ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. എങ്ങനെ അസോസിയേറ്റ് ചെയ്യാം? പി ട്രാൻസ്പോസ് എ പി എന്ന് പറഞ്ഞ് അസോസിയേറ്റ് ചെയ്യാം. ബട്ട് പി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഓർത്തോഗണലി ഡയഗണലൈസിബിൾ ആണ്, അല്ലെങ്കിൽ പി ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെ സിമെട്രിക് മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ ഓർത്തോഗണലി ഡയഗണലൈസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ പി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് പി ഇൻവേഴ്സ് ആയിരിക്കും. ബിക്കോസ് പി എന്ന് പറയുന്നത് ഒരു ഓർത്തോഗണലി സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, ബിക്കോസ് അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പി ഇൻവേഴ്സ് കിട്ടും. പി ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോസ് കിട്ടും. അതായത് പിയുടെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് പി ഇൻവേഴ്സ് ആയിരിക്കും. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഇവിടെ പി ഇൻവേഴ്സ് എ പി ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അത്. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾ അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കിയാൽ മതി. അതേപോലെ തന്നെ അതിൻ്റെ ഇൻവേഴ്സ് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേ മെത്തേഡ് തന്നെ, ഇതേ ആൻസർ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. പി ഇൻവേഴ്സ് എ പി എന്ന് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ പി ഇൻവേഴ്സ് എ പി എന്ന് പറയുന്നത് പി ട്രാൻസ്പോസ് എ പിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? പി ഇൻവേഴ്സ് എ പി എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. But what is P inverse AP? It is nothing but D into it is D, the diagonal matrix D. സോ ഈ ഒരു എക്സ് ട്രാൻസ്പോസ് എ എക്സ്, അതായത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ അങ്ങനെ തന്നെ നമ്മൾ എങ്ങനെയാക്കി? എക്സ് ഡാഷ് ട്രാൻസ്പോസ് ഡി എക്സ് ഡാഷ് എന്ന് പറഞ്ഞ് എഴുതാൻ സാധിച്ചു. അതായത് എക്സ് ഡാഷ് ട്രാൻസ്പോസ് ഡി എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന രീതിയിലായി ഇപ്പം എന്ത് നമ്മളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എക്സ് ഡാഷ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ് വൈ കോളം മെട്രിക്സ് ആൻഡ് ദ ഇക്വേഷൻ ഡി ഇസ് ഈക്വൽ ടു -2 0 0 3 ഇൻറ്റു എക്സ് ഡാഷ് വിൽ ബി ക്യാപിറ്റൽ എക്സ് വൈ. ദിസ് ഈസ് ദി ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മുടെ ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഇത്തരത്തിൽ നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഗെറ്റ് വെൻ യു ഓപ്പൺ ദിസ്? ഇതൊന്നും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയേ. വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊന്നും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയേ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് -2x² + 3y² is equal to 1. This is what you get when you open this bracket. ഓക്കെ, അപ്പോൾ അങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -2x² + 3y² എന്ന് പറയുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ XY ടേംസ് ഒന്നും തന്നെയില്ല. ശരിയല്ലേ? XY ടേംസ് ഉണ്ടോ ഇവിടെ? x² ടേംസും y² ടേംസും മാത്രമേ ഉള്ളൂ. ആൻഡ് വാട്ട് ഈസ് ദിസ് ഇക്വേഷൻ? ദിസ് ഇസ് നത്തിങ് ബട്ട് ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ പരാബോള, ഹൈപ്പർബോള. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്താണ്? x²/a² - y²/b² ഈസ് ഈക്വൽ ടു 1 അല്ലേ? ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ പരാബോള, ഹൈപ്പർബോള. അപ്പോൾ അതായത് a² b² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a² b² ഇൻറ്റു x² -a² ഇൻറ്റു y² ഈക്വൽ ടു a² b² എന്ന് പറയുന്ന രീതിയിൽ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? x² നമ്മൾ കോണിക് സെക്ഷൻസിൽ ഒക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഇല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ ഹൈപ്പർബോള +2 പഠിച്ചിട്ടുണ്ടാവും. x²/a² - y²/b² ഈസ് ഈക്വൽ ടു 1. ഓർ ഈ ഒരു ഫോർമുലയിലാണ് ഇവിടെ x² സ്ഥാനത്ത് ക്യാപിറ്റൽ y²ഉം ക്യാപിറ്റൽ y² ആണ് ഇവിടെ അല്ലേ? ആ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാണ്. b² x² -a² y² is equal to a² b². This is the equation. And in the place of x² അതിൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ y² ആണ്. in the place of y² it is capital x². അപ്പോൾ ഇവിടെ നമുക്കിത് ഈ ഒരു ഫോർമുലയിൽ ക്യാപിറ്റൽ y² അല്ല, റൊട്ടേഷൻ നടത്തിയത് കാരണം സ്മോൾ വാല്യൂ
ചേഞ്ച് ഉണ്ടാവും. ഇപ്പോൾ ഇതൊരു ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞ് കിട്ടി. ഇതിനെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ, നമ്മൾക്ക് സ്റ്റാൻഡേർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ഇതിനെ നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ ഇതിനെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഹൈപ്പർബോള. ഓക്കെ, ഇതിനെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ എളുപ്പമാണ്, കാരണം എക്സിൻ്റെ ടേംസും വൈയുടെ ടേംസും മാത്രമേ ഉള്ളൂ, എക്സ് ഇൻറ്റു വൈ ടേം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പ്ലോട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഹൈപ്പർബോള. ഓക്കെ, അപ്പോൾ ഈ ഒരു കോണിക് സെക്ഷനെ നമ്മൾ ചെയ്തത്, ഈ ഒരു കോണിക് സെക്ഷനെ നമ്മൾ റൊട്ടേഷൻ നടത്തുകയാണ് ചെയ്തത്. ഓക്കെ, നമുക്ക് തന്നേക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടായിരുന്നതിനെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മൾ സാധാരണ ട്രിഗണോമെട്രി വെച്ചിട്ട് ചെയ്യുന്ന റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡയഗണലൈസേഷൻ ആൻഡ് ഓർത്തോനോർമൽ മെട്രിക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, റൊട്ടേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, we get the conic section to be the equation of a hyperbola എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഓക്കെ, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടോ, ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നടത്തുന്നതാണ്. യൂസിങ് ദിസ് സബ്സ്റ്റിറ്റ്യൂഷൻ വി ക്യാൻ ഫൈൻഡ് ദ XY കോർഡിനേറ്റ്സ്. അപ്പോൾ അതിനെ നമുക്ക് ഇതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടുത്തെ പ്രിൻസിപ്പൽ ആക്സിസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷെ അതൊന്നും വേണ്ട, നമുക്ക് കോണിക് സെക്ഷൻ മനസ്സിലാക്കാൻ ഇവിടെ വരെ ചെയ്താൽ മതി, വിച്ച് ഇസ് ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ ഹൈപ്പർബോള. അപ്പോൾ ഹൈപ്പർബോളയാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സാധാരണ ഉണ്ടായിരുന്ന ഹൈപ്പർബോള ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹൈപ്പർബോളേനെ നമ്മൾ ഈ ഒരു ശരിക്കും ഇതായിരുന്നു ഹൈപ്പർബോള ഉണ്ടായിരുന്നത്. ദിസ് വാസ് ദ ഇക്വേഷൻ. ഇതിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് നമുക്ക് തന്നിരുന്ന ഇക്വേഷൻ, ദാറ്റ് ഈസ് 2x² + 4xy - y² = 1 എന്ന് പറയുന്നത്. ഇതായിരുന്നു ശരിക്കും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ആ ഹൈപ്പർബോള, ഇതായിരുന്നു ആ ഇക്വേഷൻ. പക്ഷേ അതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു ഫോമുലയിൽ എത്തിച്ചു. ഈ ഒരു ഫോമുലയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ XY ടേംസ് ഒന്നുമില്ല, ദാറ്റ് മീൻസ് x² ടേംസും y² ടേംസും മാത്രമുള്ളൂ. അപ്പോൾ ഹൈപ്പർബോളയായിട്ട് നമുക്കിവിടെ കിട്ടി. ഓക്കെ, ഇനി തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹൈപ്പർബോള കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ചെറിയ പാരഗ്രാഫ്, പ്രോബ്ലം കഴിഞ്ഞിട്ടുള്ള ചെറിയ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമുക്ക് ഡയഗണലൈസേഷൻ്റെ യൂസ് ഇൻ ക്വാഡ്രാറ്റിക് ഫോംസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ക്വാഡ്രാറ്റിക് ഫോംസിനെ XY ടേംസിൻ്റെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കതിനെ ഒരു സിംപ്ലിഫൈഡ് ഫോമാക്കി മാറ്റാൻ സാധിക്കും. ആ സിംപ്ലിഫൈഡ് ഫോമിൽ നിന്ന് നമുക്ക് കോണിക് സെക്ഷൻ എന്താണെന്നുള്ളത് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ദിസ് ഇസ് ദ മെത്തേഡ്, ദിസ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഡയഗണലൈസേഷൻ ഇൻ ക്വാഡ്രാറ്റിക് ഫോംസ്. സോ ക്വാഡ്രാറ്റിക് ഫോംസ് മിക്കവാറും ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കുള്ളൂ. ഇനി ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, എന്താണ്, നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് ഡയഗണലൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് വേറൊരു വേരിയബിൾ കൊടുത്തിട്ട് വി ആർ റൊട്ടേറ്റിംഗ് ബൈ അപ്ലൈയിങ് ദിസ് ട്രാൻസ്ഫോർമേഷൻ x = p × x'. ഓക്കെ, ട്രിഗണോമെട്രി വെച്ച് ചെയ്യുമ്പോഴും നമ്മൾ റൊട്ടേഷൻ ചെയ്യുമ്പോഴും ഇതേ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഈ മെട്രിക്സിനെ അല്ലെങ്കിൽ ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോം, ഈ ഒരു പരാബോളയെ നമ്മൾ എന്താക്കി മാറ്റും, ഇത്തരത്തിലൊരു ഫംഗ്ഷനാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാബോളയാക്കി മാറ്റാൻ ഇതേ ട്രാൻസ്ഫോർമേഷൻ തന്നെയായിരിക്കും നിങ്ങൾ ചെയ്യുക ട്രിഗണോമെട്രിയിൽ. പക്ഷേ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇത്തരം ഒരു ഡയഗണലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ആ റൊട്ടേഷനോട് കൂടി തന്നെ നമുക്കിതിൻ്റെ ക്വാഡ്രാറ്റിക് ഫോം കണ്ടുപിടിക്കാൻ സാധിക്കും. So this is the simple method this is a simple application of diagonalization in quadratic forms. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഇതിനിടയിലുള്ള ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കുന്നതും ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതും ഞാൻ വേണമെന്ന് വെച്ചിട്ട് നെഗ്ലക്റ്റ് ചെയ്തതാണ്, ബിക്കോസ് യു ഹാവ് ടു ട്രൈ. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. യു ഹാവ് ടു ട്രൈ മാക്സിമം ടു ഐഡൻറ്റിഫൈ ഹൗ യു വിൽ ഗെറ്റ് ഏഗൻ വാല്യൂസ്, ഏഗൻ വെക്ടേഴ്സ്. അതിൻ്റെയൊക്കെ പ്രോബ്ലംസുകൾ മുമ്പത്തെ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇതോടുകൂടി സെക്ഷൻ കഴിഞ്ഞു. നമുക്കിനി പ്രോബ്ലംസുകൾ മാത്രമേ ചെയ്യാനുള്ളതുള്ളൂ. അടുത്ത വരും ക്ലാസ്സുകളിൽ നമുക്ക് പ്രോബ്ലംസിന് അടുത്ത വീഡിയോസിൽ നമുക്ക് പ്രോബ്ലംസിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കാം. ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ബേസിക്സ് ഓഫ് ദിസ് സെക്ഷൻ മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4. ഇനി അതിൻ്റെ പ്രോബ്ലംസിലേക്കായിരിക്കും ഞാൻ കടക്കുന്നത്. മാക്സിമം നമുക്ക് പ്രോബ്ലംസുകൾ ചെയ്തു നോക്കാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.